MDSന് എത്ര ബ്രാഞ്ചസ് ഉണ്ടെന്ന് ഒരു പക്ഷേ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാത്ത കാര്യമായിരിക്കും. നമ്മൾ ഇന്ത്യയിൽ നമുക്ക് 9 ബ്രാഞ്ചസ് ആണുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് തരാം. ഫസ്റ്റ് കൺസർവേറ്റീവ് ആൻഡ് എൻഡോഡോണ്ടിക്സ്, അതായത് പല്ല് റൂട്ട് കനാൽ ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ്. നെക്സ്റ്റ് ഓർത്തഡോണ്ടിക്സ്, അതായത് പല്ലിൽ കമ്പിടുന്നതിൻ്റെ അല്ലെങ്കിൽ അലൈനേഴ്സ് ഒക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളവരും. നെക്സ്റ്റ് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ബേസിക് അസുഖങ്ങളും കാര്യങ്ങളും നമുക്ക് റേഡിയോളജി, അതായത് ഇമേജിങ് വെച്ചിട്ട് പഠിക്കുന്ന സ്പെഷ്യലൈസേഷൻ. നെക്സ്റ്റ് പെരിയോഡോണ്ടോളജി, അതായത് നമ്മളെ മോണരോഗങ്ങളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണത്. നെക്സ്റ്റ് ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി, അതായത് നമ്മളുടെ ഈ റീജിയനിലുള്ള ഒരുപാട് സർജറികളും കാര്യങ്ങളും, ഇപ്പം ആക്സിഡന്റ് കേസുകൾ അങ്ങനത്തെ വലിയ സർജറികൾ നമ്മൾ ഈ ഹെഡ് ആൻഡ് നെക്ക് റീജിയനിൽ ചെയ്യുന്ന സ്പെഷ്യലൈസേഷൻ ആണ് OMFS. നെക്സ്റ്റ് പീരിയോഡോണ്ടിക്സ്, അതായത് കുട്ടികളിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ് പീരിയോഡോണ്ടിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓറൽ പെത്തോളജി, അതായത് നമ്മളുടെ വായിലുള്ള എല്ലാ പെത്തോളജീസും ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം സ്റ്റഡി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അതൊരു നോൺ ക്ലിനിക്കൽ MDSും കൂടിയാണ്. നെക്സ്റ്റ് പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി. ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ട് മൊത്തത്തിൽ ആസ് എ കമ്മ്യൂണിറ്റി ഡെന്റിസ്ട്രി നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതും ഏറെക്കുറെ നോൺ ക്ലിനിക്കൽ ആയിട്ടാണ് വരുന്നത്. അപ്പം ഒരുപാട് പേര് ഓപ്റ്റ് ചെയ്യാറില്ല. ബട്ട് നമുക്ക് പുറത്തൊക്കെ പോകണമെങ്കിൽ ഒരുപാട് ഓപ്ഷൻ ഉള്ളൊരു ഡിപ്പാർട്ട്മെന്റും കൂടിയാണ്. നെക്സ്റ്റ് പ്രോസ്റ്റഡോണ്ടിക്സ്, അതായത് ഇംപ്ലാന്റോളജി, അല്ലെങ്കിൽ നമുക്ക് പല്ല് ഫിക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരുപാട് പ്രോസ്തസിസുകളൊക്കെ റിലേറ്റഡ് സ്റ്റഡിയാണ് പ്രോസ്റ്റഡോണ്ടിക്സ് എന്ന് പറയുന്നത്.